10,000 കോടി രൂപയാണ് ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അതിന് മാത്രമല്ല 3 പുതിയ ബയോഫാർമ കേന്ദ്രീകൃതമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കും എന്ന് പ്രഖ്യാപിച്ചു. ബജറ്റിന് ശേഷം ധനമന്ത്രിയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞത് കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുക. മാത്രമല്ല കേരള സർക്കാർ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്ന് കേരളത്തിൽ സ്ഥാപിക്കും എന്ന് അവർ പറയുകയുണ്ടായി. കാരണം ഇത് തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്ന ഒരു പദ്ധതിയാണ്. അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു, ഈ ബജറ്റിൽ പറയുന്നുണ്ട്, ഇപ്പോഴ് പകർച്ചവ്യാധികളല്ല നമ്മളെ കൂടുതൽ അലട്ടുന്നത്, അല്ലാതെയുള്ള ക്യാൻസറും അതുപോലെ തന്നെ ഷുഗറും പോലെയുള്ള പ്രമേഹവും പോലെയുള്ള അസുഖങ്ങളാണ്. അതിനുവേണ്ടി ഇപ്പോൾ ജനങ്ങൾ സ്വീകരിക്കുന്നത് ഇതുപോലെയുള്ള മരുന്നുകളാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത്. കേരളത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുക. അതുപോലെ തന്നെ ഇന്ന് ലോകത്ത് യുദ്ധങ്ങൾ നടക്കുന്നതും അതുപോലെ തന്നെ രാഷ്ട്രങ്ങൾ പല നടപടികളും സ്വീകരിക്കുന്ന റെയർ എർത്ത് എലിമെൻസിന് വേണ്ടിയാണ്. റെയർ എർത്ത് എലിമെൻസാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു വസ്തു. ഇപ്പോൾ നമ്മുടെ കടൽ തീരങ്ങൾ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കറിയാം തോറിയം ഉൾപ്പെടെയുള്ള ഈ മൂലകങ്ങൾ ഉൾപ്പെടുന്ന മൂലകങ്ങളുള്ള ഒരു പ്രദേശമാണ് കേരളം. അതിൻ്റെ പ്രോസസ്സിങ് ഉണ്ടാവും, മൈനിങ് ഉണ്ടാവും, പ്രോസസ്സിങ് ഉണ്ടാവും. ഇതിനു വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത് 7,280 കോടിയുടെ പദ്ധതിയാണ്. ഇത് കൂടാതെ ഇപ്പോഴ് ഡെഡിക്കേറ്റഡ് കെമിക്കൽ പാർക്കുകൾ 3 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ റെയർ എർത്ത് എലിമെൻറ്റ്സ് നിക്ഷേപമുള്ള സംസ്ഥാനമെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആ ഡെഡിക്കേറ്റഡ് കെമിക്കൽ പാർക്കുകളിലൊന്ന് കേരളത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആവശ്യപ്പെടണം എന്ന് ഞാൻ കേരള സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അത് വളരെയധികം പ്രോസസ്സിംഗ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കെമിക്കലിൻ്റെയും അതുപോലെ തന്നെ ആ ധാതുക്കളുടെ ഉപയോഗ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രോസസ്സിങ്ങും അവിടെയാണ് നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് കൊള്ളയടിക്കാനോ ഒന്നും സാധിക്കില്ല. ഈ രാജ്യത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. ഇത് വേറെ എങ്ങോട്ടും കൊണ്ടുപോകാൻ സാധിക്കില്ല, ആർക്കും ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇത് രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഒരു മൂലകങ്ങളാണുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും കേരളത്തിന് പ്രയോജനപ്പെടുത്തുന്നതാണ്. മറ്റൊന്ന് MSMEയുടെ രംഗത്ത് 10,000 കോടിയുടെ MSME ഗ്രോത്ത് ഫണ്ട് എന്ന രീതിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ ബജറ്റ് കഴിയുമ്പോഴും ചോദിക്കുന്നത് MSMEക്ക് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. MSMEക്ക് എത്രയാണ്, അല്ലെ എന്തുമാത്രം മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത്. 10,000 കോടി രൂപയാണ് MSMEക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. മറ്റൊന്ന് അടിസ്ഥാന വികസനത്തിന് ഭാരതത്തിൽ ആകെ മാറ്റിവെച്ചിരിക്കുന്നത് 12.2 ലക്ഷം കോടി രൂപയാണ്. 2014 അത് 2 ലക്ഷം കോടി രൂപ മാത്രമാണ്. ഈ ഫണ്ടാണ് കേരളത്തിൽ ദേശീയപാതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. 3 ലക്ഷം കോടി എന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞ ആ ഫണ്ട്, ഈ ഫണ്ടിൽ നിന്നാണ് വരുന്നത്. റെയിൽവേയുടെ കാര്യത്തിൽ ഫണ്ട് വരുന്നത്, അതുപോലെ തന്നെ പോർട്ടിൻ്റെ കാര്യത്തിൽ, ഫിഷിംഗ് ഹാർബറുകളുടെ കാര്യത്തിൽ, അങ്ങനെയുള്ള അടിസ്ഥാന വികസനത്തിനുള്ള ഫണ്ടാണ്. അത് മൊത്തത്തിലുള്ള വികസനത്തിന് പ്രയോജനപ്പെടും. മറ്റൊന്ന് അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസിന് വേണ്ടിയുള്ളതാണ്. അത് ഈ രാജ്യത്ത് ഡോക്ടേഴ്സ്, നേഴ്സുമാർ, അതുപോലെ പാരാമെഡിക്കൽസ് ഈ രംഗത്ത് ഉള്ള പ്രവർത്തിക്കുന്നവർ. ഇപ്പം നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിദേശത്തേക്ക് പോകുന്നത് കേരളത്തിൽ നിന്നാണ് ഈ ഹെൽത്ത് രംഗത്തുള്ളത്. ഡോക്ടേഴ്സ്, നേഴ്സുമാർ, പാരാമെഡിക്കൽ രംഗത്തുള്ളത്. അവർക്ക് ഏതാണ്ട് 1 ലക്ഷം പേർക്ക് ഇതിൻ്റെ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തീർച്ചയായിട്ടും പ്രയോജനം കിട്ടും.
പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഹെൽത്ത് കെയർ ഗീവേഴ്സ് ആയിട്ട് 1.5 ലക്ഷം പേർക്കാണ് പരിശീലനം കൊടുക്കുന്നത്. ഹെൽത്തിൻ്റെ കെയർ ഗീവേഴ്സായിട്ട് നമുക്കറിയാം, പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഭൂരിപക്ഷ ആൾക്കാരും ഹെൽത്ത് രംഗത്തുള്ളവരാണ്. അതിൽ പല രാജ്യങ്ങളിലും അവർ ഹെൽത്ത് കെയർ ഗീവേഴ്സായിട്ടാണ് അവർ പോകുന്നത്. നമ്മളൊക്കെ സോഷ്യൽ മീഡിയ കാണുന്ന പലരും വാദഗതികളുമായിട്ട് വരുന്നവരൊക്കെ തന്നെ ചില അവസരത്തിൽ അവരെല്ലാം തന്നെ ഈ ഹെൽത്ത് കെയർ ഗീവേഴ്സായിട്ടുള്ളവരാണ് ചില വിവാദ അവസരങ്ങളിൽ വരുന്നത്. പിന്നെ ഒന്ന് മെഡിക്കൽ ടൂറിസത്തിന് പ്രോത്സാഹനം നൽകുന്നതാണ്. ഇപ്പോൾ തന്നെ കേരളത്തിലെ സർക്കാരും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, വിദ്യാഭ്യാസ രംഗത്ത് 5 യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പുകൾ നമ്മൾ കേരളം അവകാശപ്പെടുന്നതും യാഥാർത്ഥ്യവുമാണ്. വിദ്യാഭ്യാസ രംഗത്ത് വളരെ മുന്നിലാണ് നമ്മൾ. നിലവാരത്തിൻ്റെ കാര്യത്തിലും അതുപോലെ സ്ഥാപനങ്ങളുടെ കാര്യത്തിലും എല്ലാം വളരെ മുന്നിലാണ് കേരളം നിൽക്കുന്നത്. അപ്പോൾ അതിലൊരു യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പ് അത് കേരളത്തിന് ആവശ്യപ്പെടാവുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പം ഇഴിഞ്ഞുമൊക്കെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലത്തിനടുത്തായിട്ട് ഇത് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബജറ്റിൽ ഇതെല്ലാം തന്നെ ഓരോന്നായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇത് ഇന്ന സ്ഥലത്ത് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇത് പ്രാവശ്യം ഓപ്പണാണ്. ഞാനീ പറഞ്ഞതെല്ലാം തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അതിന് പലതിനും നമുക്കാണ് യോഗ്യത എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല. ഒരു കാര്യം, അത് കഴിഞ്ഞ് ബജറ്റ് അവതരിപ്പിച്ച ഉടനെ തന്നെ മന്ത്രിയോട് സംസാരിച്ചപ്പോൾ അവർ സമ്മതിക്കുകയുണ്ടായി. പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഗേൾസ് ഹോസ്റ്റൽസ്, അത് പിന്നെ കേരളം മാത്രമല്ല, എല്ലാ ജില്ലകളിലും, രാജ്യത്തെ എല്ലാ ജില്ലകളിലും ഹയർ വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് വേണ്ടി, പെൺകുട്ടികൾക്ക് വേണ്ടി ഗേൾസ് ഹോസ്റ്റലുകൾ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ 14 ജില്ലകളിലും അത് നമ്മുടെ പെൺകുട്ടികൾക്ക് ഗുണം ചെയ്യുന്നതാണ്. മറ്റൊന്ന്, ഇന്ത്യയിൽ 20 ഐക്കോണിക് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണുള്ളത്. അതിലൊന്നാണ് കുമരകം. ഇന്ത്യയിൽ ആകെ ഉള്ളതിൽ 20 എണ്ണയുള്ള ആകെ, അതിലൊരെണ്ണമാണ് കുമരകം. 10,000 ടൂറിസ്റ്റ് ഗൈഡുകൾക്ക് ഗവൺമെൻറ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ട്രെയിനിങ് കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 10,000 ടൂറിസ്റ്റ് ഗൈഡുകൾക്ക് കൊടുക്കുമ്പോൾ 20 സ്ഥലമേ ഉള്ളൂ. അവിടത്തേക്കാണ് ഇപ്പോൾ എത്ര കിട്ടുമെന്ന് 100 കണക്കിന് ചെറുപ്പക്കാർക്ക് അതിൻ്റെ അവസരം കിട്ടും. അതിലൊന്ന് കുമരകമാണ്. അപ്പോൾ അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് 20 ഐക്കോണിക് ടൂറിസ്റ്റ് പ്ലേസുകൾക്കുള്ള ട്രെയിനിങ്ങിന് 10,000 പേർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. അപ്പോൾ കേരളത്തിൽ 100 കണക്കിന് ചെറുപ്പക്കാർക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഇത് കിട്ടും, പരിശീലനം കിട്ടും. അതോടൊപ്പം തന്നെ ടൂറിസ്റ്റ് രംഗത്ത് നമുക്കറിയാം ടർട്ടിൽ ട്രെയിൽസ് വികസന പദ്ധതി കേരളത്തിലെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, പല പ്രാവശ്യം ദിവ്യാംഗരെ പറ്റിയുള്ള കാര്യം ഇതിൻ്റെ അകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരു ബഡ്ജറ്റിലും ഇത്രയും പ്രാധാന്യം എല്ലാ രംഗത്തും പറയുന്ന അവസരത്തിൽ ദിവ്യാംഗർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഓരോ സ്ഥലങ്ങളിലും അവർക്ക് തൊഴിൽ കൊടുക്കുന്നത്, പരിശീലനം കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നാളികേര വികസന പദ്ധതി, വളരെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഒരു ബഡ്ജറ്റ് ഇത്രയും സ്പെസിഫിക് ആയിട്ട് ഈ നാളികേര വികസനത്തെ പറ്റി പറയുന്നത്. പുതിയ ഇനം കൊടുക്കുക മാത്രമല്ല, പഴയത് റീപ്ലാന്റ് ചെയ്യുക, അതിനുള്ള സാമ്പത്തിക സഹായം, അതുപോലെ തന്നെ സംസ്കരണത്തിനുള്ള സംവിധാനം എല്ലാം തന്നെ നമുക്കറിയാതെ കേരളത്തിനായിരിക്കും പ്രയോജനപ്പെടുന്നത്. കേരളവും ഒരുപക്ഷെ തമിഴ്നാടും കർണാടകയും കുറച്ച് ഭാഗം, ബാക്കിയുള്ളതെല്ലാം തന്നെ ഈ കേരളത്തിന് അതിന് പ്രധാനപ്പെട്ട പങ്കുണ്ട്. അത് കേരളത്തിനും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതുകൂടാതെ കൊക്കോ, അതുപോലെ തന്നെ കാഷ്യൂ, നമ്മുടെ കശുവണ്ടി, കൊക്കോ കൃഷി കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ വില കുറഞ്ഞതിൻ്റെ വീണ്ടും വില കൂടിയപ്പോൾ അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല റബ്ബറിൻ്റെ ഇടവളയായിട്ട് അത് ചെയ്യാവുന്നുള്ളത് അംഗീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. കാഷ്യൂനട്ട് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ചില പ്രദേശങ്ങളിൽ, മലബാർ പ്രദേശങ്ങളിലുള്ളെങ്കിലും കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതുപോലെ തന്നെ ചന്ദനം,
ഇതെല്ലാം തന്നെ കേരളത്തിന് പ്രയോജനപ്പെടുന്നതാണ്. പിന്നെ വേറൊന്നുള്ളത്, സ്ത്രീകൾക്ക് വേണ്ടി ഷീ സ്മാർട്ട് പദ്ധതി. ഷീ സ്മാർട്ട് അതായത് എൻ്റർപ്രനർഷിപ്പ് അവർക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ലിങ്ക്ഡ് ആക്കുന്നതിനുള്ള പദ്ധതി. ഇപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള ഒന്നാണ്. മറ്റൊന്ന് ബാക്കിയുള്ളത് എൻ്റെ മിനിസ്ട്രിയിൽപ്പെട്ടതാണ്. ഫിഷറീസിൻ്റെ, അതുപോലെ തന്നെ ആനിമൽ ഹസ്ബൻഡറി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 500 റിസർവെയറുകളും അതുപോലെ തന്നെ അമൃത് സരോവറുകളും വികസിപ്പിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ പ്രോസസ്സിങ് യൂണിറ്റുകൾ, മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ, വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്, അതിനുവേണ്ടിയുള്ള ഇതാണ്. പിന്നെ സ്ത്രീകൾക്ക് തന്നെയുള്ള സ്റ്റാർട്ടപ്പുകൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അതുപോലെ അതും മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ളത്. മത്സ്യോൽപ്പന്നങ്ങൾ പ്രോസസ്സ് ചെയ്ത് കയറ്റുമതിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കളുടെ ഇറക്കുമതി പരിധി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ അറിയാമല്ലോ, ഇത് മത്സ്യ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കാര്യത്തിൽ ഈ പ്രതിസന്ധി നേരിട്ട കഴിഞ്ഞ 7 മാസം, ഏപ്രിൽ തൊട്ട് ഒക്ടോബർ വരെ നമ്മുടെ കയറ്റുമതി വാല്യൂ അടിസ്ഥാനത്തിൽ 21% കൂടി. വാല്യൂ അടിസ്ഥാനത്തിൽ 21% കൂടി. വോളിയം അടിസ്ഥാനത്തിൽ 12% കൂടി. അമേരിക്ക ചില കാര്യങ്ങൾ പറഞ്ഞ അവസരത്തിൽ, മറ്റ് രാജ്യങ്ങളുമായിട്ട് നമ്മൾ എഗ്രിമെൻ്റ് ചെയ്ത അവസരത്തിൽ ആ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നമ്മുടെ കയറ്റുമതി കൂടുകയാണ് ഉണ്ടായത്. അതുപോലെ മൃഗസംരക്ഷണ വകുപ്പിൽ ലൈവ് സ്റ്റോക്ക്, അതായത് നമ്മുടെ ഡയറി, അതുപോലെ തന്നെ ആട് ഫാമുകൾ, അതുപോലെ പന്നി ഫാമുകൾ, കോഴി ഫാമുകൾ, അങ്ങനെയുള്ള അതിനുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള PMJVK പദ്ധതി, അത് കഴിഞ്ഞ ബജറ്റിൽ 1565 കോടി രൂപയായിരുന്നു. ഇപ്രാവശ്യം അത് 2000 കോടിയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2000 കോടിയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ അടിസ്ഥാന വികസനം കുറവുണ്ടെങ്കിൽ അത് ഗ്യാപ്പ് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അത്. അപ്പോൾ അത് വടകരയിലെ ആ 83 കോടി രൂപയ്ക്ക് നമ്മുടെ താലൂക്ക് ആശുപത്രി പണിതതൊക്കെ കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതൊക്കെ ആ സ്കീമിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെയുള്ളത്, ഈ വർഷം നമ്മൾ തുടങ്ങിയ ഒരു പദ്ധതിയാണ് PM വികാസ് പദ്ധതി. സൗജന്യമായിട്ട് സ്റ്റൈഫൻഡോടുകൂടി ആധുനിക ട്രെയിനിങ് സംവിധാനം ന്യൂനപക്ഷ വിദ്യാർത്ഥികൾ കൊടുക്കുന്നതാണ്. ഈ വർഷമാണ് അത്. കേരളത്തിൽ 3 സ്ഥലത്തുണ്ട്. നിങ്ങൾ പരിശോധിക്കാവുന്നതാണ്, നിങ്ങൾക്ക് കുട്ടികളെ വിടാവുന്നതാണ്. ഒന്ന്, കോട്ടയത്തെ IIITയിൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന ഒരു ട്രെയിനിങ് പദ്ധതി അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. വീട്ടിലെ എല്ലാ വസ്തുക്കളുമായിട്ട് ഇൻ്റർനെറ്റിലൂടെ കണക്ട് ചെയ്യുന്ന സംവിധാനം. അത് ഗ്യാസ് ഓഫ് ചെയ്യാം, ഓണാക്കാം, ഫാൻ ഓണാക്കാം, ഓഫ് ചെയ്യാം, ഡോർ ആരെങ്കിലും തുറക്കാൻ തുടങ്ങിയാൽ അത് വരുന്ന പദ്ധതി. പാലക്കാട്ടെ IITയിൽ ചിപ്പ് ഡിസൈനിങ്ങിൻ്റെ പദ്ധതി സ്കീം തുടങ്ങിയിട്ടുണ്ട്. ഭൂരിപക്ഷ സമുദായത്തിൽ 15 തൊട്ട് 25% റിസർവേഷനുണ്ട്. പിന്നെ നമ്മുടെ CMFRI കോവളത്ത്, അവിടെ മത്സ്യശക്തി എന്ന് പറഞ്ഞുകൊണ്ട് മത്സ്യ സംബന്ധമായിട്ടുള്ള എല്ലാ ട്രെയിനിങ് കൊടുക്കുന്ന പദ്ധതിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയാണ്. ഇതിന് നിങ്ങൾക്ക് ഇനി ഹാൻഡ് ഔട്ട് കിട്ടും. ഇതിൻ്റെ മുഴുവൻ തന്നെ ഹാൻഡ് ഔട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ദീർഘകാലമായി ആവശ്യപ്പെട്ടത് 2 കാര്യം. ഒന്ന്, എയിംസ്. ഇത് സംബന്ധിച്ച് എന്താണ് മന്ത്രിയുടെ? എയിംസ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, സംസ്ഥാന സർക്കാർ പ്രക്രിയ പൂർത്തിയാക്കിയിട്ടില്ല. നിങ്ങൾക്കറിയാവില്ല, അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടം തൊട്ട് ഈ സർക്കാരിൻ്റെ പല ഭാഗങ്ങളുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പരിശോധിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത്. ഇപ്പോൾ കേരളമാണെങ്കിൽ വടക്ക്, മധ്യം, തെക്ക് അങ്ങനെ കൊടുക്കാം. പിന്നെയുള്ളത് മലയോരം, അതുപോലെ തന്നെ തീരപ്രദേശം. അങ്ങനെ സാധാരണ സംസ്ഥാനങ്ങൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു പഠനം നടത്തും. അത് സംസ്ഥാന സർക്കാരും ഒക്കെ ആയിട്ടുള്ള ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ തന്നെ അവകാശപ്പെടുന്ന ഒരു സ്ഥലത്ത് അവർ കൊടുത്തെന്നാണ്, ഓപ്ഷനില്ല. ഒരു സ്ഥലത്ത് ഞങ്ങൾ, അത് മുഴുവനില്ല, 250 ഏക്കർ വേണ്ടെടുത്ത് 125 ഏക്കർ എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ മിക്കവാറും
ജില്ലകളിൽ സർക്കാർ ഭൂമിയുണ്ട്, ഉപയോഗപ്പെടാതെ കിടപ്പുണ്ട്. പല സ്ഥാപനങ്ങളും പൂട്ടിപ്പോയിട്ടുണ്ട്. സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന സ്ഥലമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഏറ്റെടുക്കാൻ വേണ്ടി താമസിക്കേണ്ട കാര്യമില്ല, അതിൻ്റെ രേഖകൾ കൊടുത്താൽ മതി. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വരിക എന്നുള്ളത് ആദ്യമായിട്ടാണ്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം തലസ്ഥാനം ഉൾപ്പെടുത്താതെ. ഇതുവരെ എല്ലാവരും തലസ്ഥാന നഗരം അല്ലെങ്കിൽ ജില്ല ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളം മാത്രമാണ് തലസ്ഥാന ജില്ലയോ നഗരമോ ഉൾപ്പെടുത്താതെ എയിംസിൻ്റെ റെക്കമെൻഡേഷൻ കൊടുത്തിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും തലസ്ഥാനത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്, എല്ലായിടത്തും അങ്ങനെയല്ല. പക്ഷേ മറ്റേ കാറ്റഗറി വന്നിട്ടുണ്ട്. എങ്ങനെയാണ്? മലയോരത്ത് വന്നിട്ടുണ്ട്, കടൽ തീരത്ത് വന്നിട്ടുണ്ട്, മധ്യഭാഗത്ത് വന്നിട്ടുണ്ട്, ഒരറ്റത്ത് വന്നിട്ടുണ്ട്, അപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇതിലെല്ലാം ഓപ്ഷനുണ്ടല്ലോ. അപ്പോൾ സംസ്ഥാന സർക്കാർ ആ പ്രക്രിയ പൂർത്തിയാക്കണം. കാരണം ഞങ്ങൾ 250-ൽ 125 ഏക്കർ ഏറ്റെടുത്തു എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല. ഇതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന 2014 മോഡി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 100 ദിന പദ്ധതി പ്രഖ്യാപിച്ചു. അന്ന് എല്ലാ സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെട്ടു, നിങ്ങൾ എയിംസിന് സ്ഥലം എടുത്തു തന്നാൽ, 100 ദിവസത്തിനുള്ളിൽ എടുത്തു തന്നാൽ അവർക്ക് എയിംസ് കൊടുക്കും. കേരളം കൊടുത്തില്ല. 5 സംസ്ഥാനങ്ങൾക്കന്ന് കിട്ടി. 5 സംസ്ഥാനങ്ങൾക്ക് ഒറ്റയടിക്ക് കിട്ടി. കേരളത്തിൽ അന്ന് പറഞ്ഞത്, അന്നത്തെ സർക്കാർ പറഞ്ഞത്, ഞങ്ങൾ തിരുവനന്തപുരം സെലക്ട് ചെയ്തു. അന്നത്തെ എനിക്ക് തോന്നുന്നത് ഹെൽത്ത് മിനിസ്റ്റർ അവിടെയായിരുന്നു. പിന്നെ കോട്ടയമുണ്ട്, അവിടുത്തെ എനിക്ക് തോന്നുന്നു അന്നത്തെ റവന്യൂ മിനിസ്റ്റർ അവിടെ നിന്നുള്ള ആളായിരുന്നു. പിന്നെ ഉള്ളത് കോഴിക്കോട്, അന്നത്തെ വ്യവസായ മിനിസ്റ്റർ അവിടെ നിന്നുള്ളതായിരുന്നു. അവർ സെലക്ട് ചെയ്തു. പക്ഷേ ഇത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് കൂട്ടർക്കും, ഈ മന്ത്രിമാർക്കെല്ലാം തന്നെ ഒരു സ്ഥലം വന്നു കഴിഞ്ഞാൽ, ഒരു സ്ഥലം കേന്ദ്ര ഗവൺമെൻറ് സെലക്ട് ചെയ്യപ്പെട്ടാൽ മറ്റ് മന്ത്രിമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കില്ല എന്നുള്ള ധാരണ കൊണ്ടായിരിക്കണം അത് കൊടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെയാണ് ഈ അവസരങ്ങൾ കളയുന്നത്. നമ്മൾ എന്തിനാണ് ഈ ക്രെഡിറ്റിന് വേണ്ടി നോക്കുന്നത്? ഇത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ളതല്ലേ, നമ്മുടെ തലമുറയ്ക്ക് തന്നെ, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ലേ. ഇത് പൂർത്തിയാകുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം നമുക്കൊക്കെ തന്നെ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഇതിന് ഒരു പിടിവാശിയും അങ്ങനെയൊന്നും ഇല്ലാതെ ഓപ്ഷൻസ് വെക്കുക. ഈ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം എല്ലാ സംസ്ഥാനങ്ങളും പരീക്ഷിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പേരിൽ ഒരു സെൻസേഷനിലാക്കി ഒരു ന്യൂസ് മാത്രമാക്കി നിലനിർത്താനല്ലാതെ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും അല്ല ഞാൻ പറഞ്ഞ, ഉൾപ്പെടുത്തിയാണ് കൊടുക്കുന്നതെന്നാണ്. അല്ല, നിങ്ങൾ എതിർത്തോളൂ, നിങ്ങൾക്ക് എതിർക്കാം. അത് തലസ്ഥാനത്ത് കൊടുക്കണ്ട എന്ന് നിങ്ങൾക്ക് എതിർക്കാം. ഞാൻ പറഞ്ഞത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതെങ്കിലും ചാനലുകാർക്ക് ഇത് തലസ്ഥാനത്ത് വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ പറഞ്ഞത് വടക്ക്, തെക്ക്, മധ്യം, മലയോരം, അതുപോലെ തന്നെ കടൽ തീരം, ഈ ഓപ്ഷൻസ് ഉണ്ട് കേരളത്തിന്. പിന്നെ എല്ലാ സംസ്ഥാനങ്ങളും കൊടുക്കുന്നതിൻ്റെ കൂടെ തലസ്ഥാന ജില്ല ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ കിട്ടിയെന്നല്ല ഞാൻ പറഞ്ഞത്, അവിടെ കൊടുക്കുന്നതല്ല പറഞ്ഞത്, ഓപ്ഷൻ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? മലയോരവും കടൽ തീരവും എന്ന് ഞാൻ പറഞ്ഞല്ലോ. മലയോരം, കടൽ തീരം, സെൻട്രൽ, വടക്ക്, തെക്ക്, ഇത് കൊടുത്ത് നമുക്കെന്താ കുഴപ്പം? അല്ലെന്ന് ഞാനല്ല, ഓപ്ഷൻ വേണമെന്നാ പറഞ്ഞത്, അല്ലാതെ ഞാൻ എങ്ങനെ കൊടുക്കരുതെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമല്ലേ, ഓപ്ഷൻസ് കൊടുക്കണം. ഓപ്ഷൻസ് കൊടുക്കാത്ത സംസ്ഥാനമാണ് കേരളം. 250 വേണ്ടതിൽ 115 ഉണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് കാര്യമായോ? അപ്പോൾ നിങ്ങൾ ആ പ്രക്രിയ പൂർത്തിയാക്കുക. അതായത് ശരിക്കും തോന്നുന്നത് മാധ്യമങ്ങൾക്കാണ് അതിൻ്റെ അകത്ത് സംഭാവന ചെയ്യാൻ സാധിക്കുക. നിങ്ങളതിൻ്റെ പഠനം നടത്തുക. ഞാൻ പറഞ്ഞ എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം നിങ്ങൾക്കറിയാം, ഞാൻ അടൽജിയുടെ കാലഘട്ടത്തിലൂടെ ഉണ്ടായിരുന്നു. അന്ന് 5-6 എയിംസ് കൊടുത്തിട്ടുണ്ട്. അന്നത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം 2014 ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അന്നെല്ലാം തന്നെ സംസ്ഥാനങ്ങൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അങ്ങനെ വരുന്ന അവസരത്തിൽ ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാധ്യത കഴിഞ്ഞു. കാരണം എല്ലാ ജനവിഭാഗങ്ങളുടെയും എല്ലാ പ്രദേശങ്ങളുടെയും പരിഗണന അവർ കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് അവരങ്ങനെ കൊടുക്കുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടുമല്ല. പിന്നെ വരുന്ന ഒരു സ്ഥലത്തായിരിക്കും, അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് വന്ദേ ഭാരതൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു 3-4 മണിക്കൂർ പോരെ.
കേരളം എന്ന് പറയുന്നത് ഇത്രയല്ലേ ഉള്ളൂ. ഇത് വരുക എന്നുള്ളതല്ലേ പ്രാധാന്യം. അതാണ് നല്ലത്. അത് നല്ല കാര്യമാണ്. അത് നല്ല കാര്യമാണ്. അല്ലെന്നേ, അത് അതിനുള്ള പ്രക്രിയ പൂർത്തിയാകണ്ടേ. അങ്ങനെ പറയുന്നതല്ലെന്നേ. നമുക്കറിയത്തില്ല ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെ ഔദ്യോഗിക തലത്തിലുള്ളതെന്ന് പറഞ്ഞാൽ പേപ്പർ വരണം. അല്ലാതെ എങ്ങനെയാണ് അത് കൊടുക്കുന്നത്? ഇത്ര ഏക്കർ ഇത്ര ഭൂമി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള പ്രക്രിയ പൂർത്തിയാക്കണം. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ ഒരു സാങ്കേതികത്വം കാരണം മാത്രമാണോ ഈ ബജറ്റിൽ അത് പ്രഖ്യാപിക്കാതെ പോയത്? ഈ ബജറ്റിലല്ലോ പ്രഖ്യാപിക്കുന്നത്. ബജറ്റ് പ്രഖ്യാപിക്കാറില്ല. അത് ഹെൽത്ത് മിനിസ്ട്രിയിൽ നിന്ന് വരുന്ന ഇതാണ്. ഇത് പൂർത്തിയായി കഴിയുമ്പോൾ അവർ അല്ല, അത് പ്രഖ്യാപിച്ചു. അത് വേറൊരു പദ്ധതിയല്ലേ, പുതിയതായിട്ടുള്ള പദ്ധതി ആദ്യത്തെ ഇതിൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അതായത് ഇവിടെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഡൽഹിയിലേ ഉണ്ടായിരുന്നുള്ളൂ. അത് അടൽജിയുടെ കാലഘട്ടത്തിലാണ് 6 സ്ഥലത്ത് വന്നു. പിന്നെ UPയുടെ സ്ഥലത്ത് റായ്ബറേലിയിൽ ഒരെണ്ണം വന്നു. അപ്പോൾ അത് വികസിത കേരളം എന്നുള്ളതാണ് കേരളത്തിൽ ഇത്തവണ BJP ടാർഗറ്റ്. ഈ ബഡ്ജറ്റിൽ ആശാവഹമായിട്ടുള്ള യാതൊരു വലിയ പദ്ധതികളൊന്നും ഇല്ല. ഇതല്ലേ ഞാൻ പറഞ്ഞത്. അല്ല, ഈ പറഞ്ഞ എന്താ ഉദ്ദേശിക്കുന്ന വലിയ പദ്ധതി? അത് ഞാൻ പറയാം. അല്ല, അത് ഞാൻ പറയാം. അതായത് അതിൻ്റെ ഹൈസ്പീഡിൻ്റെ ഞാൻ പറയാം. അതിൻ്റെ ചർച്ച നടക്കുകയല്ലേ. ഇത്രയും പോസിറ്റീവായിട്ടുള്ളൊരു ചർച്ച നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല, മീഡിയ ഏറ്റെടുക്കണം. കാരണം ഈ ഇത്രയും പോസിറ്റീവായിട്ടുള്ള ചർച്ച ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? വികസനത്തിന് വേണ്ടിയുള്ള ചർച്ചയാണ്. അതിൻ്റെ അകത്ത് ഈ ശ്രീധരൻ സാറിനെ കുറ്റപ്പെടുത്താതെയും മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്താതെയും അല്ലെങ്കിൽ ശ്രീധരൻ സാറിനെ പിന്തുണച്ച VD സതീശനെ കുറ്റപ്പെടുത്താതെയും നമ്മളത് പഠിക്കണം. കാരണം ഈ ഹൈസ്പീഡിൻ്റെ അതിനുവേണ്ടിയാണല്ലോ വെയിറ്റ് ചെയ്യുന്നത്. ഈ ശ്രീധരൻ സാർ പറഞ്ഞിരുന്നു ഈ ബജറ്റിൽ വരില്ല. അതിൻ്റെ കാര്യം ചർച്ച ചെയ്യണം. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ പറയുന്ന നമ്മുടെ മെട്രോ നമുക്ക് ആവശ്യമല്ലേ, അല്ലേ? മെട്രോ 3 സിറ്റികളിലും നമുക്ക് ആവശ്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഇത് ഈ 2 കൂട്ടരുടെയും ഭാഗത്തുനിന്ന് ഞാൻ പറയുന്നത്. അത് ചർച്ച ചെയ്ത് അത് ഒരിക്കലും സോഷ്യൽ മീഡിയയ്ക്കാണെങ്കിൽ ആക്ഷേപഹാസ്യം വേണം, നേരിട്ടുള്ള കുറ്റപ്പെടുത്തൽ വേണം, അല്ലേ? അതുപോലെയുള്ള തമാശ വേണം. ഇതൊന്നും ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇതിന് കിട്ടില്ല. മീഡിയയ്ക്കേ സാധിക്കുള്ളൂ. മീഡിയ അതിന് നേതൃത്വം കൊടുക്കണം. കാരണം ഇതിൻ്റെ അകത്ത് ഒരു കുറ്റവും ഇല്ല. ഇതിൻ്റെ അകത്ത് എന്താ തെറ്റുള്ളത്? ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചയാണ് നടക്കുന്നത്. അതിൻ്റെ അകത്ത് അതാ ഞാൻ പറഞ്ഞത്, ആരെയും കുറ്റപ്പെടുത്താതെ ഈ ചർച്ച പോയി കഴിഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള വികസന ചർച്ച കേരളത്തിൽ നടക്കുന്നത്. അല്ലെന്നേ, അത് പറഞ്ഞല്ലോ, അതിന് ചർച്ച നടക്കുന്നതല്ലേ ഉള്ളൂ. കേരളത്തിൽ ചർച്ച നടക്കുന്നു. ഈ ശ്രീധരൻ സാർ പറയുകയും ചെയ്ത് ഈ ബജറ്റിൽ വരില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നു കേന്ദ്രമന്ത്രിയായിട്ട് ചർച്ച ചെയ്തതാണെന്ന്. മുഖ്യമന്ത്രിയും പറഞ്ഞില്ല ഈ ബജറ്റിൽ വരുമെന്ന്. മുഖ്യമന്ത്രിയും പറഞ്ഞില്ല. കണ്ടോ, ആ സ്റ്റെപ്പിലായിട്ടില്ല എന്നാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതിന് നേതൃത്വം കൊടുക്കേണ്ടത് മീഡിയയാണ്. ഇത് യാഥാർത്ഥ്യമാകേണ്ടതാണ്. പക്ഷെ അതിനിടയിൽ വന്ദേ ഭാരത് പോലെ വരികയും അതിന് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയും ആ ലൈനുകൾ നിവർക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ എന്താണ് മറ്റ് ചർച്ചകൾ പെട്ടെന്ന് പോയത്? വന്ദേ ഭാരത് വന്നില്ലേ? വന്ദേ ഭാരത് വന്നപ്പോൾ പലരും പറഞ്ഞില്ലേ ഞാനിതിൻ്റെ അംബാസഡറാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയേതരമായിട്ട് എല്ലാവരും വന്നു. അതിൻ്റെ അകത്തൊരു പോസിറ്റീവാകേണ്ടത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലാണത് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം വളരെ സ്ട്രെയിറ്റ് ആണ്. സാറ് ചർച്ചകൾ തുടരുന്നു പറയും. കേരളം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങൾ അതിൽ നിന്ന് എങ്ങനെയാണെന്ന് എഴുതിക്കോ. ധാതു ഇടനാഴിയെ കുറിച്ച് പറഞ്ഞു. അത് കേരളത്തിൽ എങ്ങനെയായിരിക്കും ഗുണം ചെയ്തത്? കാരണം ഇപ്പോൾ KC വേണുഗോപാൽ അടക്കം ആരോപിക്കുന്നുണ്ട് കേരളത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ആഴക്കടൽ കാരണമൊക്കെ വലിയ രീതിയിൽ എതിർപ്പ് കേരളത്തിലുണ്ട്. അല്ലല്ല, ഇത് ആഴക്കടലല്ലോ, ആഴക്കടലിൻ്റെ ഇതല്ല. ഇത് നമ്മുടെ അവിടെ തന്നെയുള്ള ഇപ്പം നടക്കുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ നേരത്തെ അതിന് വലിയ എതിരായിരുന്നു ഖനനത്തിനൊക്കെ. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. റെയർ എർത്ത് എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. കാരണം ലോകം യുദ്ധം ചെയ്യുന്നതിന് അതിനു വേണ്ടിയാണ്. അല്ല, അതുകൊണ്ട് ഈ കൊള്ളയടിക്കാന്ന് പറയുന്ന ആരും കൊണ്ടുപോകും? ഇത് രാജ്യത്തിന് ആവശ്യമുള്ളതാണ്. അപ്പോൾ രാജ്യമല്ലേ അത് മേടിക്കുന്നത്, രാജ്യത്തിന് വേണ്ടിയുള്ളതല്ലേ. വേറെ ആർക്കും കൊണ്ടുപോകാൻ സാധിക്കില്ല. സ്വകാര്യ കമ്പനികൾ ചെയ്താലും അവർക്കും കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം ഇത്രയും മൂല്യമുള്ള ഇത് തോക്കം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സാധനം ആഗോളതലത്തിൽ രാജ്യങ്ങൾ മുഴുവൻ ഇതിനു വേണ്ടിയാണ് ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്. അവിടെ അങ്ങനെ അത്
അതൊക്കെ ഒരു എതിർക്കാൻ വേണ്ടിയുള്ള ഒരു ചർച്ചയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ അങ്ങനെയുള്ള ചർച്ചകളൊക്കെ വരില്ല, അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് പറയും, കാരണം അത് നല്ലതാണെന്ന് പറയില്ലല്ലോ. ഞങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിപ്പം ജനങ്ങൾ എതിർക്കുന്നില്ല. ഇപ്പം ഓർക്കുന്നില്ലേ ആ ഒരു 90s അല്ലേ, അല്ലല്ല 80s അല്ല 90s 2000 ആ കാലഘട്ടത്തിൽ ഇത് ഭയങ്കര ഉഴപ്പാന്ന് പറഞ്ഞ് ജനങ്ങൾ എതിർത്തിരുന്നു. ഇപ്പം ജനങ്ങളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിന് ജനങ്ങൾ സപ്പോർട്ട് മനസ്സിലായി, ജനങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ ഗുണങ്ങൾ. പ്രധാനമന്ത്രിക്ക് തിരുവനന്തപുരം മേഖല ബ്ലൂ പ്രിന്റ് കൊടുത്താൽ ബഡ്ജറ്റിൽ ഇതൊന്നും കണ്ടില്ലല്ലോ. ബജറ്റിലൂടെ ഇതിൻ്റെ കോർപ്പറേഷൻ്റെ എങ്ങനെയാണ് ബജറ്റിൽ? അതായത് അവിടെ പറഞ്ഞിരുന്ന ഒന്ന് പട്ടികളുടെ നിയന്ത്രണമാണ്, അത് തുടങ്ങിക്കഴിഞ്ഞു, നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ. ഇനി മാലിന്യ സംസ്കരണമാണ് രണ്ടാമത്തത്. അത് രണ്ടും ഇപ്പം ഒരു മാസത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ എവിടെയും സുപ്രീം കോടതി പറഞ്ഞത് കൗൺസിലിംഗ് കൊടുക്കാനാണ് പറഞ്ഞത്. ഇന്ത്യയിൽ എവിടെയും ഒരു മാസത്തിനുള്ളിൽ നായ്ക്കളെ പിടിച്ച് ഷെൽട്ടറിലിട്ട് തുടങ്ങിയത് വേറെങ്ങുമില്ല. അതൊന്ന്. പിന്നെ ഈ മാലിന്യ സംസ്കരണമാണ്, അതിൻ്റെയുള്ള പദ്ധതി നടക്കുന്നുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതാണ്. തീർച്ചയായിട്ടും അതും നടക്കും. ഏതായാലും വി രാജേഷ് ആ കാര്യത്തിലൊക്കെ വളരെ വിദഗ്ധനാണ്. അതാ ഞാൻ പറഞ്ഞു, ഇപ്രാവശ്യം ഓപ്പണാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇന്ന് അന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്രാവശ്യം അങ്ങനെയില്ല. അന്നേരം ഭയങ്കര ബഹളമല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം അതിന് ചില സിഗ്നലുകളൊക്കെ കൊടുത്തിട്ട് പ്രഖ്യാപിച്ചു. മന്ത്രിയുടെ വകുപ്പിൽ എന്താണ് കേരളത്തിൽ? ഞാൻ പറഞ്ഞില്ല, മനസ്സിലായി. 1000 കോടി രൂപയുടെ, അതായത് ഞാൻ അധികാരം ഏറ്റെടുത്തതിന് ഞാൻ മന്ത്രിയായതിനു ശേഷം ഒരു വർഷത്തിനുള്ളിൽ 1000 കോടി രൂപയുടെ പദ്ധതികൾ മുടങ്ങിക്കിടന്നതോ പുതിയതോ ആയിട്ട് അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാനത് പബ്ലിഷ് ചെയ്തതാണ്. 1000 കോടിയുടെ എൻ്റെ 4 ഡിപ്പാർട്ട്മെൻറ്റാണുള്ളത്. അത് കൂടുതലും ഫിഷറീസാണ്. ഫിഷറീസിന് നമ്മുടെ ഫിഷിംഗ് ഹാർബർ ചോദിച്ചതെല്ലാം കൊടുത്തു. മുതലപ്പുഴയിലേ അറിയത്തില്ല, 164 കോടിയുടെ DPR അവർ തന്നു. നമ്മളൊരു ചെറിയ മാറ്റം വരുത്തിയിട്ട് 177 കോടിയുടെ കൊടുത്തു, അവിടെ കൊടുത്തു. അങ്ങനെ ഒരു 7-8 ഹാർബറുകൾ. പിന്നെ നമ്മുടെ ഇതില്ല, ഈ ഞാൻ പറഞ്ഞില്ലേ ഈ PMJVK, അത് മൈനോറിറ്റിയുടെ, അതിൻ്റെ നല്ല രീതിയിൽ കുറച്ച് മുടങ്ങിക്കിടന്നിരുന്നു. അപ്പോൾ അവരിപ്പം അതുകൊണ്ടാണ് ഈ സജി ചെറിയാൻ, അബ്ദുൾ റഹിമാൻ, ജിഞ്ചു റാണിയെ പറ്റിയൊന്നും ഞാൻ കുറ്റം പറയാത്തത്. കാരണം വർക്കുകൾ നടക്കുന്നുണ്ട്. കാരണം അങ്ങനെ സഹകരിച്ചേ പറ്റുള്ളൂ. കാരണം ഞാനൊരിക്കൽ പറഞ്ഞില്ല, 199 കോടി രൂപ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അത് നമ്മളെല്ലാവരും കൂടെ ശ്രമിച്ചിട്ട് അത് ഉപയോഗിച്ചിനി 43 കോടിയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ രീതിയിലുണ്ട്. പിന്നെ ഡയറി NDDBയുടെ എനിക്ക് തോന്നുന്നു ഈ മിൽമയ്ക്കൊക്കെ വളരെയധികം പൈസ അവർ കൊടുക്കുന്നുണ്ട്. അവരുടെ ഫണ്ട് അവരുടെയാണ്. അത് NDDBയുടെ ഉണ്ട്. ആനിമൽ ഹസ്ബൻഡറിയുടെ ഉണ്ട്. അങ്ങനെ 1000 കോടി അത് ഞാൻ പബ്ലിഷ് ചെയ്ത് കളഞ്ഞതാണ്. ഈ ഇത്രയും സമയം കൊണ്ടുള്ളത് ലിസ്റ്റ് ചെയ്ത് അത് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൂടാതെയാണ് ഇപ്പോൾ വന്നത്. അല്ലല്ല, അങ്ങനെയല്ല. അല്ലല്ല, അങ്ങനെയല്ല. മത്സ്യം സംരക്ഷിക്കുന്നതിനുള്ള വസ്തുക്കളല്ല, അല്ല പ്രോസസ്സിങ്ങിനുള്ള വസ്തുക്കൾ. ആ പ്രോസസ്സ് ചെയ്യുന്നുള്ള വസ്തുതയാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. അതായത് അതുണ്ടെങ്കിൽ നമുക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കും. പ്രോസസ്സിനോട് കയറ്റുമതി ചെയ്യാൻ പറ്റുള്ളൂ, അതിനുള്ളതാണ്. അല്ലാതെ അതിൻ്റെ അല്ല, ഇറക്കുമതി ചെയ്യല്ല ചെയ്യുന്നത്. അത് പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള വസ്തുക്കൾ, അത് ഇത് വാല്യൂ ആഡഡ് ആയിട്ടുള്ള അവർ പറയുന്ന സ്റ്റാൻഡേർഡ് ഉണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റ്, അതിനു വേണ്ടിയുള്ള വസ്തുക്കളാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് ചെയ്ത് കയറ്റുമതി ചെയ്ത് കഴിഞ്ഞാൽ അതിന് വലിയ നമുക്ക് മാർക്കറ്റുണ്ട്. അതാണുള്ളത്. ബഡ്ജറ്റിന് ശേഷം സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ കേരളത്തിന് ആമയെ കിട്ടിയെന്ന് മാത്രമേ ട്രോളുകൾ അതൊക്കെ നിങ്ങളോട് അത് തന്നെയല്ല, സോഷ്യൽ മീഡിയ അല്ല. ഞാൻ പറഞ്ഞില്ല, മീഡിയയാണ് ഏറ്റെടുക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, മീഡിയ തിരിച്ചു വരണം. സോഷ്യൽ മീഡിയയുടെ പുറകെ നിങ്ങളതിനാ പോകുന്നത്. മീഡിയ തിരിച്ചു വരേണ്ട കാലഘട്ടമാണ്. അല്ല, ഈ സോഷ്യൽ മീഡിയയുടെ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് മടുക്കും.
വീണ്ടും മീഡിയയിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമമല്ലേ നടത്തുന്നത്? അല്ല, അത് സോഷ്യൽ മീഡിയ കിട്ടാൻ നല്ലതല്ലേ? സോഷ്യൽ മീഡിയ മാത്രമല്ല, നമ്മുടെ തമാശ പരിപാടിയല്ലേ നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, ഈ അരമണിക്കൂറൊക്കെ അല്ലേ, എല്ലാ ചാനലുകാർക്കും ഉള്ള സറ്റയർ പരിപാടി, അതിനൊക്കെ നല്ലതായിരുന്നു. വലിയ രീതിയിലുള്ള ട്രോളാണ് ഇത്തവണ. ആമ മുട്ട കിട്ടി, ആമയാണ് കേരളത്തിൽ എത്തിയെന്നൊക്കെയാണ്. അപ്പൊ അതിന് തിരിച്ചു തള്ളുവാണോ? അതൊക്കെ നിങ്ങളുടെ ഓരോ ഏർപ്പാടുകളല്ലേ. ഇതില്ല നിങ്ങൾക്ക് സമയം. ആവശ്യമല്ല, ഞാൻ പറഞ്ഞത് എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, നേരിട്ട് ഒരു കേരളത്തിലെ MP-മാരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മറ്റേ ആയുർവേദത്തിൻ്റെ ഇത് പറഞ്ഞില്ലേ, അപ്പോൾ അവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ തീർച്ചയായിട്ടും തരുമെന്ന് പറഞ്ഞു. കാരണം ആയുർവേദത്തിൻ്റെ അകത്ത് കേരളമാണല്ലോ മുമ്പിൽ നിൽക്കുന്നത്. സംസ്ഥാന സർക്കാർ പലതവണ പല ആവശ്യങ്ങൾ ഉന്നയിച്ചു വന്നിട്ടുണ്ട്. ബജറ്റ് അല്ലാത്തത് തന്നെ ബജറ്റിൽ ഇങ്ങനെ പൊതുവായി പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ സംസ്ഥാനം വന്ന ആവശ്യം ഉന്നയിച്ചത് അല്ല. സംസ്ഥാന സർക്കാർ ചോദിക്കാതെ തന്നെ നാഷണൽ ഹൈവേയുടെ കൊടുത്തില്ലേ? റെയിൽവേയുടെ 20,000 കോടിയുടെയാണ്, അല്ല 20 കോടിയുടെയാണ്, 20,000 കോടിയുടെയാണ് വർക്ക് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഏതെങ്കിലും ഒരു സ്റ്റേഷൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടോ നേരത്തെ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിന് ഒന്നും കിട്ടിയില്ലായിരുന്നവർ ഭരിച്ചിരുന്നപ്പോൾ എത്ര നാഷണൽ ഹൈവേ വന്നു, എത്ര റെയിൽവേ സ്റ്റേഷനുകൾ വന്നു, എത്ര പോർട്ട് വന്നു, ഇതൊക്കെ അവർ പറയട്ടെ. ആ വിഴിഞ്ഞം പോർട്ടിന് നമ്മുടെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും എത്ര കഷ്ടപ്പെട്ടതാണ്, എല്ലാവരും, എല്ലാ പാർട്ടിക്കാരും. പക്ഷെ അവസാനം കിട്ടിയതായിരുന്നല്ലോ പെർമിഷൻ. മോഡി വന്നപ്പോഴല്ല കിട്ടിയത്. കെ കരുണാകരൻ ശ്രമിച്ചതാണ്, AK ആന്റണി, EK നായനാർ, അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടിയുടെ സമയത്താണ് വരുന്നത്. മോഡി വരേണ്ടി വന്നു ഇതെല്ലാം വരാൻ. എന്നിട്ട് ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അന്നെന്താ ഉണ്ടായിരുന്നു? എന്താ കൊടുത്തേ? ഒരു വഴി ഉണ്ടായിരുന്നു, ഒരു വഴിയില്ലായിരുന്നു, റെയിൽവേ ഇല്ലായിരുന്നു.